കോഴിക്കോട് മേപ്പയൂരിൽ അവധിക്ക് നാട്ടിലെത്തിയ സൈനികനെ പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമർദ്ദനം. മേപ്പയൂർ സ്വദേശി അതുലിനെയാണ് പോലീസ് ക്രൂരമായി മർദ്ദിച്ചത്. വാഹന പരിശോധനയ്ക്കിടയിൽ ബൈക്ക് നിർത്താതെ പോയി എന്നാരോപിച്ച് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചുവെന്നാണ് പരാതി. സൈനികനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ സൈനികരുടെ സംഘടനയായ അനന്തപുരി വെൽഫെയർ ആൻഡ് ചാരിറ്റി അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ആനന്ദ് പുത്തൂർ ചേരുകയാണ്. ആനന്ദ്, പോലീസ് മർദ്ദനത്തിൽ സൈനികനെ പരിക്കേറ്റിരിക്കുകയാണ്. സൈനികൻ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില എങ്ങനെയാണ്? ഒപ്പം ഈ അകാരണമായുള്ള മർദ്ദനത്തിലേക്ക് നയിച്ച സാഹചര്യം സംബന്ധിച്ച് അതുൽ, സൈനികൻ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം ഉണ്ടായത്. അതായത് മേപ്പയൂർ സ്വദേശിയായ അതുലിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മേപ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. അതായത് താങ്കൾ വണ്ടിക്ക് കൈ കാണിച്ചു നിർത്താതെ പോയ സംഭവവുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തിയാണെന്നാണ് അതുൽ പറഞ്ഞത്. തുടർന്ന് ക്രൂരമായി അതുലിനെ മർദ്ദിച്ചിരുന്നു. അതായത് മിലിറ്ററി, താനൊരു പട്ടാളക്കാരനാണെന്ന് പറഞ്ഞിട്ട് പോലും ഈ ഹാൻഡ് കർഫുകൾ അടക്കം ഇട്ടുകൊണ്ട് തന്നെയായിരുന്നു അതുലിനെ മർദ്ദിച്ചത് എന്നാണ് പറയുന്നത്. മാത്രമല്ല, മർദ്ദനത്തെ തുടർന്ന് നാട്ടുകാർ, അതായത് ഇത് കണ്ട നാട്ടുകാർ അതുലിന്റെ വീട്ടിലേക്ക് വിളിച്ചറിയിക്കുകയും നാട്ടുകാരും ബന്ധുക്കളും അടങ്ങുന്ന ആളുകൾ, ഒരു കൂട്ടം ആളുകൾ ചെന്നതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായി മാത്രമാണ് ഇന്നലെ അതുലിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾജാമ്യത്തിൽ വിടാൻ തയ്യാറായത്. തുടർന്ന് ഈ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലേക്ക് പോലീസ് അതുലിനെ ചികിത്സയ്ക്കായി കൊണ്ടുപോയി. പക്ഷേ ഈ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി അതുലിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന സംഭവം ഉണ്ടായി. പക്ഷേ അവിടേക്ക് ഈ പോലീസുകാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് തുടർ ചികിത്സയ്ക്കായി കൊണ്ടുപോകാൻ തയ്യാറായില്ല എന്നാണ് അതുൽ ആരോപിക്കുന്നത്. മാത്രമല്ല, അവിടുന്ന് പോലീസ്, അതായത് ഡോക്ടർ നൽകിയ OP ചീട്ട്, ഈ റെഫർ ചെയ്തുകൊണ്ടുള്ള ഈ ചീട്ട് നൽകാനും തയ്യാറായില്ലെന്ന് അതുൽ അല്പം മുമ്പ് നമ്മളോട് ആരോപിക്കുന്നുണ്ട്. എന്തായാലും കാര്യമായ പരിക്കുകൾ തന്നെ അതുലിന് സംഭവിച്ചിട്ടുണ്ട്. കൈയിലെ എല്ലുകളെല്ലാം ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്ന തലത്തിൽ തന്നെയാണ്. 2 ആഴ്ച പൂർണ്ണമായും റെസ്റ്റ് എടുക്കണം എന്നാണ് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ ഇപ്പോൾ അതുലിനോട് അറിയിച്ചിട്ടുള്ളത്. പഞ്ചാബിൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു സൈനികനാണ്. അദ്ദേഹം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, തനിക്ക്, അതായത് ഒരു പട്ടാളക്കാരൻ, രാജ്യത്തെ പട്ടാളക്കാരനെ പോലീസ് സ്റ്റേഷനിൽ ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് അതുൽ ഇന്ന് നമ്മളോട് ജനൻ TV വഴി ആളുകളോട് ചോദിച്ചത്. തീർച്ചയായും ആ ചോദ്യവും പ്രസക്തി തന്നെയാണ്. അതായത് താനൊരു പട്ടാളക്കാരാണെന്ന് പറഞ്ഞിട്ട് പോലും യാതൊരു തരത്തിലുള്ള പരിഗണനകളും നൽകാൻ പോലീസ് തയ്യാറായില്ല. തന്റെ സൈനിക ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നാണ് അതിൽ പറഞ്ഞത്. മാത്രമല്ല, പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു സംഭവം വാർത്തയായതോടുകൂടി തന്നെ ഈ സംഭവം കോംപ്രമൈസ് ചെയ്യണം, അതായത് താൽക്കാലികമായി പരിഹരിക്കണം എന്നുള്ള ഒരു ആവശ്യമായി പോലീസുകാർ തന്നെ ഉദ്യോഗസ്ഥർ. പോലീസിന്റെ ഭാഷ്യം എന്താണ്? ഈ ഒരു സംഭവത്തിൽ വലിയ പ്രതിഷേധം വരുന്ന സാഹചര്യത്തിൽ ഈ മർദ്ദിച്ച പോലീസുകാരുടെ അടക്കം പ്രതികരണം ഈ തരത്തിലാണ്. ഈ പോലീസ് പറയുന്നത് വാഹനത്തിൽ ഹെൽമറ്റ് വയ്ക്കാതെ സഞ്ചരിച്ചു, ഈ പോലീസ് വഴിയിൽ നിന്ന് കൈ കാണിക്കും, എന്നാൽ അതുൽ ഈ പോലീസ് വാഹനത്തിൽ കൈ കാണിച്ചിട്ട് കൂടി നിർത്താതെ പോയി എന്നാണ് പോലീസ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതുലിലേക്ക് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. ആ തലത്തിൽ അത് എത്രത്തോളം വിശ്വസനീയമാണെന്നുള്ള കാര്യം കൂടി നമുക്ക് തുടർ അന്വേഷണത്തിൽ നിന്ന് മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. എന്തായാലും ഏതൊരു കേസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയാലും ഒരു പട്ടാളക്കാരനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് മർദ്ദിക്കുന്നത് അടക്കമുള്ള സാഹചര്യങ്ങളിലേക്ക് കടക്കാനുള്ള യാതൊരു തരത്തിലുള്ള അധികാരം. വാഹന പരിശോധനയ്ക്കിടയിൽ ബൈക്ക് നിർത്താതെ പോയി എന്ന് ആരോപിച്ചാണല്ലോ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. പക്ഷേ അതിനുള്ള നടപടിക്രമങ്ങളുണ്ട്. ഈ മർദ്ദനത്തിലേക്ക് എത്തിയ സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട് പോലീസിന് ഒന്നും പറയാനില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണവും പോലീസിന് നൽകാനുമില്ല, അല്ലേ? തീർച്ചയായും അത്തരം കാര്യങ്ങളൊന്നും പ്രതികരിക്കാൻ ഇതുവരെ അത്തരത്തിലുള്ള വൃത്തങ്ങൾ തയ്യാറായിട്ടല്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സൈനികന്റെ ദേഹത്ത് കൈവയ്ക്കുന്ന നടപടിയിലേക്ക് കടന്നത്, പ്രത്യേകിച്ച് ഹാൻഡ് കർഫ് അടക്കം ഇടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോയത് എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. തീർച്ചയായും അത് കാത്തിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അത്തരത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാനും പോലീസ് വൃത്തങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും ഈ വിഷയം വളരെ ദാരുണമാണ്. ഈ പോലീസ് മിലിറ്ററിക്കാരുടെ, അതായത് പട്ടാളക്കാരുടെ സംഘടനകൾ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ മർദ്ദനമേറ്റ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കണം പോലീസ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അപേക്ഷ കൊടുത്തിട്ടുള്ളത്. അതിൽ 45 ദിവസത്തെ ലീവിന് വേണ്ടിയാണ് അദ്ദേഹം നാട്ടിലേക്ക് വന്നത്. 2ാമത്തെ ദിവസമാണ്, അതായത് അദ്ദേഹം 2 ദിവസം മാത്രമേ ആയിട്ടുള്ള ലീവിലേക്ക് എത്തിയത്. അപ്പോഴാണ് ഇത്തരത്തിലൊരു ദുരനുഭവം അദ്ദേഹത്തെ വേട്ടയാടുന്നത്. എന്തായാലും ഇനി 2 ആഴ്ചയോളം നിരന്തരമായ റെസ്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള മരുന്നുകളും ഡോക്ടർ കുറിപ്പ് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാവുകയാണെങ്കിൽ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് ഡിസ്ചാർജ് ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും തനിക്ക് നീതി വേണം. ഈ പോലീസുകാർക്കെതിരെ താൻ നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. തന്റെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തനിക്ക് സപ്പോർട്ടാണെന്ന് തന്നെയാണ് അതുൽ നമ്മളോട് അല്പം മുമ്പ് അറിയിച്ചത്. KP